Hello dear students, welcome back to ISKC English. Okay dear students, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്, അതായത് നമ്മൾ ലാസ്റ്റ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് ചെയ്തത്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തത് നാലാമത്തെ ബ്ലോക്കാണ് നമ്മൾ ചെയ്തിരുന്നത്. നാലാമത്തെ ബ്ലോക്കിൽ മൂന്നാമത്തെ യൂണിറ്റ്, അതായത് യൂസ് വൊക്കാബുലറി ടു എക്സ്പ്രസ് തോട്ട്സ്, അതായത് നമ്മളുടെ ചിന്തകളെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി വാക്കുകൾ ഉപയോഗിക്കാം. അപ്പോൾ ആ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു യൂണിറ്റ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇമോഷണൽ വൊക്കാബുലറി എന്നുള്ള ഒരു ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ഇമോഷണൽ വൊക്കാബുലറി. ഇതാണ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ഇമോഷണൽ വൊക്കാബുലറി എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അതായത് ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അതായത് അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് എമോഷണൽ വൊക്കാബുലറി എന്നും അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഇമോഷണൽ വൊക്കാബുലറി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബിൽഡിംഗ് സഫിഷ്യന്റ് വൊക്കാബുലറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു എക്സ്പ്രസ് ദ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ത്രൂ ലാംഗ്വേജ്. ഒരു ഭാഷയിലൂടെ ഒരു വ്യക്തിക്ക് അയാളുടെ ഫീലിങ്സ്, അയാളുടെ തോട്ട്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വൊക്കാബുലറി ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള വൊക്കാബുലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമായ പദങ്ങൾ ഒരു വ്യക്തിക്ക് അറിയാമെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് അയാളുടെ ഇമോഷൻസും അയാളുടെ തോട്ട്സും ലാംഗ്വേജിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ അയാളെ കൊണ്ട് പറ്റുള്ളൂ. ഇമോഷൻസ് ആർ ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് അവർ തോട്ട്സ്. നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ചിന്തകളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. എമോഷൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ മേ വേരി ഫ്രം ടൈം ടു ടൈം ഇൻ റെസ്പോൺസ് ടു വേരിയസ് സിറ്റുവേഷൻസ് ദാറ്റ് ഹി എൻകൗണ്ടേഴ്സ്. ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ എൻകൗണ്ടർ ചെയ്യുന്ന, ഫേസ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിനനുസരിച്ച് ഒരു വ്യക്തിയുടെ ഇമോഷൻസ് സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒരു വ്യക്തിയുടെ ഇമോഷൻസ്, ഒരു വ്യക്തിയുടെ മാനസിക നില എപ്പോഴും ഒരേപോലെ ആവണമെന്നില്ല. ഒരാൾ എപ്പോഴും ഹാപ്പി ആവണമെന്നില്ല, എപ്പോഴും സാഡ് ആവണമെന്നില്ല. അയാളുടെ ആ ഒരു എമോഷണൽ സ്റ്റേറ്റ് വാരി ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. എന്തിനനുസരിച്ചിട്ട്? വേരിയസ് സിറ്റുവേഷൻസ് ദാറ്റ് ഹി എൻകൗണ്ടേഴ്സ്, ഹി മീറ്റ്സ്. അയാള് മീറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾക്ക്, ഫേസ് ചെയ്യുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അയാളുടെ ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കും. The sufficient amount of emotional vocabulary at your disposal may save you from overreactions and consequent problems. നമ്മൾ ഒരു വ്യക്തിയോട് ഒരു കാര്യം പറയുമ്പോൾ ഡിസ്പോസൽ, നമ്മളുടെ ആ പറയുന്നതിൽ അല്ലെങ്കിൽ ആ പ്രകടിപ്പിക്കുന്നതിൽ ആവശ്യമായ തരത്തിലുള്ള ഇമോഷണൽ വൊക്കാബുലറി ഉണ്ടായിക്കഴിഞ്ഞാൽ, ആവശ്യത്തിന് എമോഷണൽ വൊക്കാബുലറി അതിലുണ്ടാകുന്നത് കൊണ്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, അതും എപ്പോ നമ്മൾ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഇമോഷണൽ വൊക്കാബുലറി അറ്റ് യുവർ ഡിസ്പോസൽ. നിങ്ങളുടെ വാക്കോ പ്രവൃത്തിയോ എന്തായിക്കോട്ടെ, അതിൽ ആവശ്യത്തിന് ഇമോഷണൽ വൊക്കാബുലറി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മേ സേവ് യു ഫ്രം ഓവർ റിയാക്ഷൻസ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓവർ റിയാക്ഷൻസ്, നിങ്ങളുടെ ഭാഗത്തു നിന്നും അമിതമായിട്ടുള്ള റിയാക്ട്, അമിതമായ പ്രതികരണത്തിൽ നിന്നും, അതുപോലെ തന്നെ കോൺസിക്വൻസ് പ്രോബ്ലംസ്, അതിൻ്റെ കോൺസിക്വന്റ് പ്രോബ്ലംസ്, അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അനന്തര ഫലങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും. നമ്മൾ എപ്പോൾ റിയാക്ട് ചെയ്യുകയാണെങ്കിലും അതിൽ ഇമോഷണൽ വൊക്കാബുലറി പാകത്തിനായിരിക്കണം. അപ്പൊ ഇമോഷണൽ വൊക്കാബുലറി പാകത്തിനാണെങ്കിൽ അത് അവിടെ ഒതുങ്ങും.
അതിൻ്റെ കോൺസിക്വന്റ് പ്രോബ്ലംസ് നാളെയോ തൊട്ടടുത്തോ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരാളോട് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ആ ഡിസ്പോസൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന വാക്കുകളിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇമോഷണൽ വൊക്കാബുലറി ആവശ്യത്തിന് സഫിഷ്യൻ്റ് ആയിരിക്കണം. ഒരു കാരണവശാലും കൂടരുത്, അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല. ഇനി there are 5 categories of emotional vocabulary. 5 തരത്തിലുള്ള ഇമോഷണൽ വൊക്കാബുലറി ഉണ്ട്. ദേ ആർ അവയാകുന്നു. ഏതൊക്കെയാണ് 5 തരം? 1 വൊക്കാബുലറി ടു എക്സ്പ്രസ് ഹാപ്പിനെസ്, സന്തോഷത്തെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന പദങ്ങൾ. അപ്പൊ 1 ഇമോഷണൽ വൊക്കാബുലറി ടു എക്സ്പ്രസ് ഹാപ്പിനെസ് ആണ്. ഏതൊക്കെയാ? വേർഡ്സ് ടു എക്സ്പ്രസ് ഹാപ്പിനെസ് ആർ ടു ബി judiciously employed in accordance with its required level. നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ ആ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ ജുഡീഷ്യസ്ലി എംപ്ലോയിഡ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അതിൻ്റെ ശരിയായ രീതിയിൽ, ന്യായപരമായ രീതിയിൽ, അതും അക്കോർഡൻസ് വിത്ത് ഇറ്റ്സ് റിക്വയർഡ് ലെവൽ, ആവശ്യമുള്ള ലെവലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം സന്തോഷമുണ്ട്, അതാണ് അതിൻ്റെ റിക്വയർഡ് ലെവൽ. അത് ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ സേ ഐ ആം കംഫോർട്ടബിൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാളോട് ഞാൻ കംഫോർട്ടബിൾ ആണ്, ഐ ആം ഗ്ലാഡ്, ഞാൻ ഹാപ്പി ആണ്, ഐ ആം പ്ലീസ്ഡ്, ഞാൻ സന്തോഷവാനാണെന്നൊക്കെ നിങ്ങൾക്ക് ഒരാളോട് പറയാം. ഈ പദങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇഫ് യു ആർ മിൽഡിലി ഹാപ്പി, നിങ്ങൾ ഒരു ചെറിയ തോതിൽ സന്തോഷവാനാണെങ്കിൽ, അതാണ് അതിൻ്റെ റിക്വയർഡ്. സന്തോഷം ചെറുതാണെങ്കിൽ ഈ തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമാണ് നിങ്ങൾക്കുള്ളത്. ഇനി യു മൈറ്റ് യൂസ് ഫ്രേസസ്, നിങ്ങൾക്ക് ഈ പദങ്ങൾ ഉപയോഗിക്കാം. ഏതൊക്കെ ഫ്രേസുകൾ? ഐ ആം ജോയ്ഫുൾ, ചിയർഫുൾ. അപ്പൊ ജോയ്ഫുൾ എന്നുള്ളതോ ഐ ആം ജോയ്ഫുൾ, ഐ ആം ചിയർഫുൾ എക്സെട്ര. ഇതുപോലുള്ള പദങ്ങൾ ഉപയോഗിക്കാം. നിങ്ങളുടെ സന്തോഷം, ഇഫ് യുവർ ഹാപ്പിനെസ് ഈസ് മോഡറേറ്റ്, നേരത്തെ പറഞ്ഞത് കുറച്ച് സന്തോഷം ചെറുതായിട്ട്, ഇനി അതല്ല ഒരു മോഡറേറ്റ് ആണ്, കുറച്ചും കൂടി ഉണ്ട് മിതമായ ലെവലിൽ. അങ്ങനെയാണെങ്കിൽ ഐ ആം ജോയ്ഫുൾ അല്ലെങ്കിൽ ഐ ആം ചിയർഫുൾ, ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇനി അതല്ല, യു ക്യാൻ യൂസ് വേർഡ്സ് ലൈക്ക് എലൈറ്റഡ്, ഡിലൈറ്റഡ്, ത്രിൽഡ്. ഞാൻ വളരെ ത്രിൽഡ് ആണ്, ആനന്ദത്തിലാണ്, ഭയങ്കര സന്തോഷത്തിലാണെന്നൊക്കെ നിങ്ങൾക്ക് ഈ വക പദങ്ങൾ ഉപയോഗിക്കാം. എപ്പോ? ഇഫ് യുവർ ജോയ് ഈസ് ഇന്റൻസ്, നിങ്ങളുടെ സന്തോഷം തീവ്രമാണെങ്കിൽ, നിങ്ങൾ ഭയങ്കരമായ സന്തോഷത്തിലാണെങ്കിൽ, നിങ്ങൾ തീവ്രമായ സന്തോഷത്തിലാണെങ്കിൽ ഇത്തരത്തിലുള്ള പദങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി അടുത്തത് വൊക്കാബുലറി ടു എക്സ്പ്രസ് സാഡ്നെസ്, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ. വൊക്കാബുലറി ടു എക്സ്പ്രസ് സാഡ്നെസ് ആർ, നിങ്ങൾക്ക് ദുഃഖം വരുമ്പോൾ നിങ്ങളുടെ ദുഃഖത്തെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങൾ ടു ബി പ്രോപ്പർലി സെലക്റ്റഡ്. എന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ എന്ത് ചെയ്യണം? പദങ്ങളെ സെലക്ട് ചെയ്യണം. ഇൻ അക്കോർഡൻസ് വിത്ത് ഇറ്റ്സ് റിക്വയർഡ് ഇമോഷൻസ്, അതായത് നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ സങ്കടങ്ങൾ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് പദങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. നിങ്ങൾക്ക് ഭയങ്കര സങ്കടമാണോ, ചെറുതായിട്ടാണോ, അതോ കുറച്ചൊക്കെ ഉണ്ടോ, അപ്പൊ അതിനൊരു റിക്വയർഡ് രീതിയിൽ, അതിനാവശ്യമായ ഇമോഷൻ ആവശ്യമായ രീതിയിൽ, ഇൻ അക്കോർഡൻസ് വിത്ത് റിക്വയർഡ് ഇമോഷൻസ്, അത് നിങ്ങളുടെ ഒരു ഇമോഷൻ ഉണ്ടായിരിക്കും, അതിന് ഏത് കാറ്റഗറിയിൽ വരുന്ന പദങ്ങളാണോ വേണ്ടത് അതിനനുസരിച്ച് ഉപയോഗിക്കണം. എക്സാമ്പിൾ, യു ക്യാൻ യൂസ് വേർഡ്സ് ലൈക്ക് ഡൗൺ, ഞാൻ വളരെ ഡൗൺ ആണ്, ഡിസപ്പോയിന്റഡ്, അൺകംഫോർട്ടബിൾ എക്സെട്ര. ഇതുപോലുള്ള പദങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇഫ് യുവർ സാഡ്നെസ് ഈസ് മൈൽഡ്, നിങ്ങളുടെ സങ്കടം എന്താണ്? മിൽഡ്, അതായത് ചെറുതാണ്, നിങ്ങൾക്ക് ചെറിയ സന്തോഷം, ദുഃഖം ചെറുതാണെങ്കിൽ. എന്നാൽ യു ക്യാൻ യൂസ് വേർഡ്സ് ലൈക്ക് ഡിസ്ട്രസ്ഡ്, ഫെഡ് അപ്പ്, ഞാൻ വളരെ മടുപ്പ്, പ്രയാസത്തിലാണ്, അപ്സെറ്റ്, ഞാൻ എന്താണ് മാനസിക ബുദ്ധിമുട്ടിലാണ്, ഞാൻ അപ്സെറ്റ് ആണ്,
ഫെഡപ്പ് ആണ്, ഡിസ്ട്രസ്ഡ് ആണ്, ഇതുപോലുള്ള പദങ്ങൾ ഉപയോഗിക്കാം. ചെറിയ സങ്കടത്തിനല്ല. ഇഫ് ഇറ്റ് ഈസ് മോഡറേറ്റ്, ചെറുതിനേക്കാൾ വലുത്, ആ ഇന്റൻസിക്ക് എത്തിയിട്ടുള്ള ഒരു ഇടത്തരത്തിലൊക്കെ ആണെങ്കിൽ. എന്നാൽ യു ക്യാൻ ചൂസ് വേർഡ്സ് ലൈക്ക് ഡിപ്രസ്ഡ്, ഡിജക്റ്റഡ്, വോഫുൾ, വളരെ മാനസിക വേദന, അതുപോലെ തന്നെ ഡിജക്റ്റഡ്, ഇച്ഛാഭംഗം, വളരെ വല്ലാത്ത പ്രയാസത്തില്, മാനസിക ടെൻഷൻ, ഡിപ്രസ്ഡ്. എപ്പോ? ഇഫ് ദ ഫീലിംഗ് ഓഫ് സാഡ്നെസ് ഈസ് ഇന്റൻസ്, നിങ്ങളിലെ പ്രയാസം, നിങ്ങളിലെ ദുഃഖം ഇന്റൻസ് ആണെങ്കിൽ, തീവ്രമാണെങ്കിൽ, നിങ്ങൾ കഠിന ദുഃഖത്തിലാണെങ്കിൽ ഡിപ്രസ്ഡ് ഓർ ഡിജക്റ്റഡ് അല്ലെങ്കിൽ വോഫുൾ, ഇതുപോലുള്ള പദങ്ങൾ ഉപയോഗിക്കാം. ഇനി മൂന്നാമത്തേത് വൊക്കാബുലറി ടു എക്സ്പ്രസ് ആംഗ്രി മൂഡ്, ദേഷ്യത്തെ കാണിക്കാൻ വേണ്ടി. യു ക്യാൻ യൂസ് വേർഡ്സ് ലൈക്ക് ഇറിറ്റേറ്റഡ്, റീസൺഫുൾ, ഇഷ്ടമില്ലാതിരിക്കുക, റീസൺഫുൾ, ഇംപേഷ്യന്റ്, അക്ഷമ, എക്സെട്ര. ഇഫ് യുവർ ആങ്കർ ഈസ് മിൽഡ്, നിങ്ങളുടെ ദേഷ്യം, ചെറിയ ദേഷ്യവും, ചെറുതായിട്ട്, അങ്ങനെ ചെറുതായിട്ടാവുമ്പോ ഒന്നുകിൽ നിങ്ങൾക്ക് ഞാൻ ഇറിറ്റേറ്റഡ്, റീസൺഫുൾ, ഇംപേഷ്യന്റ് ഇതൊക്കെ ഉപയോഗിക്കാം. എന്നാൽ യു മൈറ്റ് ചൂസ് വേർഡ്സ് ലൈക്ക് അനോയിഡ്, ഭയങ്കര ഇറിറ്റേഷൻ, ഭയങ്കര ശല്യം, ഭയങ്കര ബുദ്ധിമുട്ട്, ഇൽ ടെമ്പേർഡ്, അതായത് മാനസികമായിട്ട് എന്താണ്, വളരെ ദേഷ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഇൽ ടെമ്പേർഡ്. അതുപോലെ തന്നെ സ്പൈറ്റ്ഫുൾ, വിരോധം, പകയുടെ ഒരു താഴത്തെ സ്റ്റെപ്പ്, ഒരാളെ കാണുമ്പോൾ എന്താണ് സ്പൈറ്റ്. ഇത്തരത്തിലുള്ള പദങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എപ്പോ? ഇഫ് ദ ആങ്കർ ഈസ്, അതായത് ഈ പറയുന്ന പോലത്തെ പദങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എപ്പോ? നിങ്ങളുടെ ദേഷ്യം ഒരു മോഡറേറ്റ് ആണെങ്കിൽ. എങ്ങനെയാണെങ്കിൽ? മോഡറേറ്റ് ആണെങ്കിൽ. ഇനി അതല്ല, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഫ് ദ ആങ്കർ ഈസ് ഇന്റൻസ്, നിങ്ങളുടെ ദേഷ്യം തീവ്രമാണെങ്കിൽ. ദ വേർഡ്സ് ദാറ്റ് ക്യാൻ ബി എംപ്ലോയിഡ് ആർ ഫ്യൂരിയസ്, ഔട്ട്റേജ്ഡ്, വെഞ്ചുഫുൾ, അല്ലെ, പ്രതികാരദാഹം, എക്സെട്ര. ഇതുപോലുള്ള പദങ്ങൾ ഉപയോഗിക്കാം. ഏതുപോലുള്ളത്? വെഞ്ചുഫുൾ, ഔട്ട്റേജ്ഡ്, ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ പതഞ്ഞു പൊങ്ങുക. അതുപോലെ തന്നെ ഫ്യൂരിയസ്, ഔട്ട്റേജ്ഡ്, ഫ്യൂരിയസ്, ഔട്ട്റേജ്ഡ്, വെഞ്ചുഫുൾ. ഇതെപ്പോഴാണെങ്കിൽ? ഇന്റൻസ് ആണെങ്കിൽ. എന്നാൽ അതേസമയം തന്നെ മോഡറേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? യു മൈറ്റ് ചൂസ് വേർഡ്സ് ലൈക്ക് അനോയിഡ്, ഇൽ ടെമ്പേർഡ്, സ്പൈറ്റ്ഫുൾ. ഇതൊക്കെ ഒരു മോഡറേറ്റ് ആണെങ്കിൽ. നോക്കി, അടുത്തത് വൊക്കാബുലറി ടു എക്സ്പ്രസ് ലോൺലിനെസ്, നിങ്ങളുടെ ഏകാന്തതയെ കാണിക്കാൻ വേണ്ടി. യു ക്യാൻ എംപ്ലോയ് വേർഡ്സ് ലൈക്ക് ഡിറ്റാച്ച്ഡ്, അകന്നു നിൽക്കുക, വിഡ്രോൺ, ഒറ്റപ്പെട്ട്, സെപ്പറേറ്റഡ്, എക്സെട്ര. ഈ പദങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എപ്പോ? ഇഫ് യുവർ ലോൺലിനെസ് ഈസ് മിൽഡ്, നിങ്ങൾ ഒരു ചെറിയ രീതിയിൽ, ചെറിയ തോതിലുള്ള ഒരു ഏകാന്തതയാണ് അനുഭവിക്കുന്നതെങ്കിൽ. ഇഫ് ദ ലോൺലിനെസ് ഫെൽറ്റ് ഈസ് മോഡറേറ്റ്, നിങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തത മോഡറേറ്റ് ആണെങ്കിൽ, അതായത് അത്ര ചെറുതല്ല എന്നാ വലുതുമല്ല, അത്തരത്തിലുള്ള ഒരു മോഡറേറ്റ് ആണെങ്കിൽ യു ക്യാൻ യൂസ് വേർഡ്സ് ലൈക്ക് എക്സ്ക്ലൂഡഡ്, നെഗ്ലക്റ്റഡ്, ഐസൊലേറ്റഡ്, എക്സെട്ര. ഇതുപോലുള്ള പദങ്ങൾ. ഒരു മോഡറേറ്റ് ലോൺലിനെസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് വേർഡ്സ് ലൈക്ക് എക്സ്ക്ലൂഡഡ്, നെഗ്ലക്റ്റഡ്, ഐസൊലേറ്റഡ്. ഇനി ഇഫ് ദ ലോൺലിനെസ് ഈസ് ഇന്റൻസ്, ഇനി അതല്ല, നിങ്ങളുടെ ഏകാന്തത ഇന്റൻസ് ആണെങ്കിൽ, അതായത് തീവ്രമായിട്ടാണെങ്കിൽ വേർഡ്സ് ലൈക്ക് അബാൻഡൻഡ്, ഉപേക്ഷിക്കപ്പെടാം, അബാൻഡൻഡ്, ഡെസേർട്ടഡ്, ഔട്ട്കാസ്റ്റഡ്, എക്സെട്ര ക്യാൻ ബി യൂസ്ഡ്. ഇതുപോലുള്ള വാക്കുകൾ നിങ്ങളുടെ തീവ്രമായിട്ടുള്ള ഏകാന്തതയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ഇനി അഞ്ചാമത്തേത് വൊക്കാബുലറി ടു എക്സ്പ്രസ് ഫിയർ, നിങ്ങളുടെ ഭയത്തെ, നിങ്ങൾക്ക് നല്ല ഭയമുണ്ടെങ്കിൽ ആ ഭയത്തെ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി. ഇഫ് യുവർ ഫിയർ ഈസ് മിൽഡ്, നിങ്ങളുടെ ഭയം ചെറുതാണെങ്കിൽ, ചെറിയ പേടി, ചെറിയ തോതിലാണെങ്കിൽ
then you can use the words disquieted, anxious, etc. ഇതുപോലുള്ള പദങ്ങൾ ഉപയോഗിക്കാം. ഇനി അതല്ല, if your fear is moderate, ഒരു മിതമായ തരത്തിൽ, ചെറിയ തോതിലൊക്കെ ഒരു കുറച്ചും കൂടി നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ you may use words like fearful, scared, tense, ഇതുപോലുള്ള പദങ്ങൾ ഉപയോഗിക്കാം. ഇനി അതല്ല, if your fear is intense, നിങ്ങളുടെ ഭയം തീവ്രമാണെങ്കിൽ words like frightened, horrified, terrified, etc. can be used. horrified, terrified, frightened, ഭയപ്പെട്ടു അല്ലേ, horrified ഭീകരമായിട്ടുള്ളത്, അതുപോലെ തന്നെ ടെറിഫൈഡ്, ഇതുപോലത്തെ പദങ്ങൾ നിങ്ങളിലെ ഇന്റൻസ് ഫിയറിനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കാം. ഇതാണ് 5 തരത്തിലുള്ള ഇമോഷണൽ വൊക്കാബുലറികൾ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ 2 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തേത്, റൈറ്റ് സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ടു എൻഹാൻസ് വൊക്കാബുലറി ഫോർ ലേണേഴ്സ്. ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഭാഷ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്, വൊക്കാബുലറി പഠിക്കുക എന്നുള്ളത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, വൊക്കാബുലറി പഠിക്കുന്നതിന് പ്രധാനപ്പെട്ട ചില ടാസ്കുകൾ എഴുതുക. വൊക്കാബുലറി പഠിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ചില ടാസ്കുകൾ. നമ്മളിവിടെ 4 ടാസ്കുകളാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. 1, കീപ്പിംഗ് വൊക്കാബുലറി റെക്കോർഡ്സ്. ലേണേഴ്സ് ഒരു വൊക്കാബുലറി റെക്കോർഡ് കീപ്പ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഒരു പുസ്തകം പ്രത്യേകം കീപ്പ് ചെയ്യാം. എ ലേണർ ഓഫ് വൊക്കാബുലറി ക്യാൻ കീപ്പ് ഹിസ് നോട്ട്ബുക്ക്. ഒരു ലേണർ ഓഫ് വൊക്കാബുലറി പഠിക്കുന്ന ഒരു വ്യക്തി ഒരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യണം, ഒരു പുസ്തകം, ഫോർ റെക്കോർഡിംഗ് വൊക്കാബുലറി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അയാള് വായിക്കുന്ന, കേൾക്കുന്ന, കാണുന്ന പുതിയ വാക്കുകൾ, ആ വാക്കുകളെ റെക്കോർഡ് ചെയ്തു വെക്കുന്നതിന്, സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു റെക്കോർഡ്, കീപ്പിംഗ് എ വൊക്കാബുലറി റെക്കോർഡ്. He can follow different methods and techniques to remember new words. പുതിയ വാക്കുകൾ ഓർമ്മിക്കുന്നതിന് അയാൾക്ക് പല തരത്തിലുള്ള ടെക്നിക്സും മെത്തേഡ്സും അയാൾക്ക് ഫോളോ ചെയ്യാം. ഏതുപോലെ, ജസ്റ്റ് ഇവിടെ പറയുന്നില്ല, നമ്മളെ നോട്ടിൽ ഉദ്ദേശിക്കുന്നില്ല. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്ന പുതിയ വാക്കുകൾ, അവയുടെ മീനിങ്സ് എഴുതി വയ്ക്കാം. കേൾക്കുന്ന പുതിയ വാക്കുകൾ, അവയുടെ ആന്റോണിംസ്, അതുപോലെ തന്നെ സിനോണിംസ്, പര്യായങ്ങളും വിപരീത അർത്ഥങ്ങളും എഴുതി വെക്കാം. അവയുമായി അവ ഉൾക്കൊള്ളിക്കുന്ന വാചകങ്ങൾ എഴുതി വെക്കാം. ആ വാക്കുകളുടെ വല്ല പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കാം. ഇത്തരത്തില് പുതിയ വാക്കുകൾ മറക്കാതിരിക്കാൻ, ഓർമ്മിക്കുന്നതിന് വേണ്ടി അവയുടെ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യാം. രണ്ടാമത്തേത് വേർഡ് ഗ്രാമർ എന്നുള്ളതാണ്. വൊക്കാബുലറി പഠിക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യം. ഇൻ അഡീഷൻ ടു ലേണിംഗ് വൊക്കാബുലറി ഓഫ് എ ലാംഗ്വേജ്, ഒരു ഭാഷയുടെ വൊക്കാബുലറി പഠിക്കുന്നതിന് പുറമെ, അപ്പൊ വൊക്കാബുലറി പഠിക്കണം, അതിന് പുറമെ ദ ഗ്രാമർ റിലേറ്റഡ് വിത്ത് വൊക്കാബുലറി ക്യാൻ ആൾസോ ബി മാസ്റ്റേർഡ്. ആ വ്യക്തി എന്ത് ചെയ്യണം, വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ഗ്രാമറും അയാൾ പഠിച്ചിരിക്കണം. ദ ഗ്രാമർ റിലേറ്റഡ് വിത്ത് വൊക്കാബുലറി, ഗ്രാമർ റിലേറ്റഡ് വിത്ത് വൊക്കാബുലറി, വൊക്കാബുലറിയുമായി റിലേറ്റഡ് ആയ ഗ്രാമറും പഠിക്കണം. വാക്ക് മാത്രം പഠിച്ചാൽ പോരാ, ആ വാക്കിന്റെ ഗ്രാമറും കൂടി പഠിക്കണം. ഗുണം എന്താ, സോ ആസ് ടു അവോയ്ഡ് മിസ്റ്റേക്സ് ഇൻ റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. അപ്പൊ ഇതിലൂടെ, ആ വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ഗ്രാമറും കൂടി പഠിക്കുന്നതിലൂടെ ആ വാക്ക് റൈറ്റിംഗിലോ സ്പീക്കിങ്ങിലോ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കാവുന്ന മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാം, ഗ്രാമറും കൂടി പഠിച്ചു കഴിഞ്ഞാൽ. കാരണം വാക്ക് മാത്രം പഠിച്ചാൽ പോരാ, ഹൗ ടു യൂസ്, ഹൗ ടു അപ്ലൈ, ഇതിന് നമ്മൾ അതിൻ്റെ ഗ്രാമർ അറിയണം. അതായത് in order to use words appropriately, ശരിയായ രീതിയിൽ
അല്ലെങ്കിൽ അനുയോജ്യമായ രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കണമെങ്കിൽ, അതിന് നമുക്ക് കഴിയണമെങ്കിൽ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ടൈപ്സ്. നമ്മൾ വാക്കുകളുടെ ടൈപ്സ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ കാറ്റഗറീസ് ഓഫ് വേർഡ്സ്, വേർഡ്സിന്റെ കാറ്റഗറി. അതായത് നമ്മുടെ നോട്ടിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതായത് ആ വാക്ക് നൗൺ ആണോ, വെർബ് ആണോ, ആഡ്വർബ് ആണോ, അതല്ല അഡ്ജക്റ്റീവ് ആണോ, ഏത് കാറ്റഗറിയിൽ പെട്ടതാണ് ആ വാക്ക്. അതിന്റെ കാറ്റഗറി അറിഞ്ഞാലേ അത് ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ഗ്രാമർ എന്ന് പറയുമ്പോൾ. വാക്ക് മാത്രം പഠിച്ചാൽ പോരാ, വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രാമർ കൂടി പഠിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഉപയോഗത്തിൽ സ്പീക്കിങ്ങിലോ റൈറ്റിങ്ങിലോ വരുന്ന മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ, ഒഴിവാക്കാൻ നമുക്ക് കഴിയൂ. മൂന്നാമത്തേത് ടേക്കിംഗ് റിസ്ക് വിത്ത് വൊക്കാബുലറി. വൊക്കാബുലറിയുടെ കാര്യത്തിൽ നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുക. അതായത് ഇപ്പൊ നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയ കുറച്ച് വാക്കുകൾ അറിയണ്ടായിരിക്കും. നമ്മൾ എന്താ ചെയ്യുക, പുതിയ വാക്കുകൾ പഠിക്കാതെ നമുക്കറിയുന്ന വാക്കുകളുമായി തട്ടിമുട്ടി അങ്ങനെ പോവാം. ആ ചിന്ത മാറ്റിയിട്ട് ടേക്കിംഗ് റിസ്ക് വിത്ത് വൊക്കാബുലറി, റിസ്ക് എടുത്ത് വൊക്കാബുലറി പഠിക്കാം. കുറച്ച് എന്ത് ചെയ്യണം, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, റൈറ്റിങ്ങും സ്പീക്കിങ്ങും എന്താവും, നല്ല സ്റ്റാൻഡേർഡ് ആവും, മെച്ചപ്പെടും. കുറച്ച് റിസ്ക് എടുത്തിട്ട് എന്ത് ചെയ്യണം, വൊക്കാബുലറി പഠിക്കാം. ഇഫ് വി യൂസ് ഓൺലി എ മിനിമം എമൗണ്ട് ഓഫ് വേർഡ്സ്, നമ്മൾ ഒരു മിനിമം എമൗണ്ട്, ഒരു കുറച്ച് തട്ടിമുട്ടി പോകാൻ ആവശ്യമായിട്ടുള്ള വാക്കുകൾ അത് മാത്രം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇഫ് വി യൂസ് ഓൺലി എ മിനിമം എമൗണ്ട് ഓഫ് വേർഡ്സ് ആൻഡ് ഐഡിയാസ് ഇൻ അവർ കമ്മ്യൂണിക്കേഷൻ, അവർ ലാംഗ്വേജ് വിൽ നോട്ട് ഇംപ്രൂവ്. തട്ടിമുട്ടി പോവാൻ ആവശ്യമായിട്ടുള്ള വേർഡ്സും ഐഡിയാസും മാത്രം ഉപയോഗിച്ച് അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് മെച്ചപ്പെടില്ല, ഇംപ്രൂവ് ചെയ്യില്ല. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് റിസ്ക്. നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ റിസ്ക് എടുക്കുന്നതാണ് നല്ലത്. റാദർ ദാൻ ഫോളോവിങ് ഈസി മെത്തേഡ്സ്. നമ്മൾ റിസ്ക് എടുക്കാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈസി മെത്തേഡ് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ കാലാകാലം ആ പോക്ക് അങ്ങനെ പോകും. നമ്മുടെ ലാംഗ്വേജ് ഒരിക്കലും ഇംപ്രൂവ് ചെയ്യില്ല. ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ് യു മസ്റ്റ് റെഡി ടു ടേക്ക് റിസ്ക്. നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാവണം. നാലാമത്തേത്, അവസാനമായി ചെയ്യേണ്ട കാര്യം, നാലാമത്തേത് യൂസിങ് ഡിക്ഷണറി എന്നുള്ളതാണ്. നമുക്കറിയാം എല്ലാ വാക്കിൻ്റെയും അർത്ഥം നമുക്ക് അറിയണ്ടാവില്ല. അറിയാത്ത വാക്കുകളുടെ അർത്ഥം കണ്ടെത്താൻ എന്ത് ചെയ്യും, ഡിക്ഷണറി ഉപയോഗിക്കാം. അറിയാത്ത വാക്ക് എന്തോ ആയിക്കോട്ടെ എന്ന് കരുതല്ല ചെയ്യാം. എന്ത് ചെയ്യാ, ഡിക്ഷണറി യൂസ് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് മീനിങ്, അർത്ഥം കണ്ടെത്തുക. റെഫറിങ് ടു എ ഡിക്ഷണറി ഈസ് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് the proper meaning of a word which can be used in different situations. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, ആ വാക്കിന്റെ ശരിയായ അർത്ഥം മനസ്സിലാകുന്നതിന് ഡിക്ഷണറി നോക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. എന്താ കാര്യം, നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് എന്തുണ്ടായിരിക്കും, ഡിഫറെന്റ് സിറ്റുവേഷൻസ് വിത്ത് ഡിഫറെന്റ് മീനിങ്സ്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അതിന് വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വാക്കുകളുടെ ചില വാക്കുകൾ നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു മീനിങ്. എക്സാമ്പിൾ, ഇപ്പോൾ ബാർക്കിന് കുരക്കുക എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ശിഖരം എന്ന അർത്ഥമുണ്ട്, കൊമ്പ്. അപ്പൊ ഇതുപോലെ പല അർത്ഥങ്ങള് പല സാഹചര്യങ്ങളില് ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ വാക്കുകൾക്ക് പല അർത്ഥം വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ വാക്കുകളുടെ അർത്ഥം, ശരിയായ അർത്ഥം കണ്ടെത്തുന്നതിന് വേണ്ടി ഡിക്ഷണറി റെഫർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഇതോടുകൂടി എന്ത് ചെയ്തു, നാലാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയി കേട്ടോ. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് എന്ത് ചെയ്യാം,
അടുത്ത യൂണിറ്റ് 4ാമത്തെ യൂണിറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ടും എന്ത് ചെയ്യണം, വീഡിയോ വാച്ച് ചെയ്യുക കേട്ടോ. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ആളുകളും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ നമ്മളെ വീഡിയോ കാണുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.